ഹലോ നമസ്കാരം, രഞ്ജിത്ത്. പലപ്പോഴും ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു കാര്യമാണ് പുതിയ തലമുറയുടെ വോട്ട് ആർക്കാണ്, ഏത് രാഷ്ട്രീയ പാർട്ടിക്കാണ്, ഇവർ അരാഷ്ട്രീയവാദികളായി മാറുകയാണോ? ഇത്തരത്തിലുള്ള ചോദ്യങ്ങൾക്കുള്ള ചില ഉത്തരങ്ങളും ചില ചിന്തകളുമാണ് ഇന്നത്തെ ഈ വീഡിയോയിൽ ഞാൻ നിങ്ങൾക്കായി പങ്കുവയ്ക്കുന്നത്. ഇന്നത്തെ പുതിയ തലമുറയുടെ രാഷ്ട്രീയ ചിന്തകളെ ഞാൻ 6ആയാണ് തരംതിരിക്കുന്നത്. 6 കാര്യങ്ങളെ ബേസ് ചെയ്തുകൊണ്ടാണ് രാഷ്ട്രീയം വേണോ വേണ്ടയോ, ആർക്ക് വോട്ട് ചെയ്യണം എന്നുള്ള കാര്യങ്ങളിലൊക്കെ ഇവർ തീരുമാനമെടുക്കുന്നത് എന്നാണ് എനിക്ക് തോന്നുന്നത്. ഏറ്റവും ആദ്യത്തെ പോയിന്റ് ഇഷ്യൂസ് ആൻഡ് പോളിസീസ് ആണ്. ഏതൊക്കെ ഇഷ്യൂസിലാണ്, ഏതൊക്കെ ആളുകളാണ്, ഏതൊക്കെ രാഷ്ട്രീയ പാർട്ടികളാണ് ഇൻവോൾവ് ചെയ്യുന്നതെന്നും അവരുടെ ആ ഒരു ഇഷ്യൂവിലുള്ള പെർട്ടിക്കുലർ സ്റ്റാൻഡ് എന്താണ് എന്നുള്ളതും വളരെ പ്രധാനമാണ്. ഇപ്പോൾ കൃത്യമായ രാഷ്ട്രീയ നിലപാടുകൾ എടുക്കുന്ന, കൃത്യമായിട്ടുള്ള രീതിയിൽ മറുപടി പറയുന്ന രാഷ്ട്രീയ നേതാക്കളെ രാഷ്ട്രീയ ഭേദമന്യേ പുതിയ തലമുറ സ്വീകരിക്കുന്നുണ്ട്. ഒപ്പം തന്നെ അതിൽ കൃത്യത ഉണ്ടാവുക, കമ്മ്യൂണിക്കേഷനിൽ കൃത്യമായിട്ടുള്ള ക്ലാരിറ്റി ഉണ്ടാവുക, നിലപാടുകൾ ഉണ്ടാവുക എന്നുള്ളത് പ്രധാനമാണ്. രാഷ്ട്രീയ പാർട്ടികളുടെ നിലപാടിനപ്പുറത്തേക്ക് സ്വന്തമായി നിലപാടുകൾ എടുക്കുകയും അത് ഉറക്കെ വിളിച്ചു പറയുകയും ചെയ്യുന്ന നേതാക്കന്മാരെ പുതിയ തലമുറ അംഗീകരിക്കുന്നു, രാഷ്ട്രീയ ഭേദമന്യേ എന്നുള്ളതാണ് ഏറ്റവും വലിയ സത്യം. അതുകൊണ്ട് തന്നെ അരാഷ്ട്രീയവാദികൾ എന്നുള്ളതിനേക്കാൾ കൃത്യമായിട്ടുള്ള രാഷ്ട്രീയമുള്ളവർ തന്നെയാണ് പുതിയ തലമുറ എന്ന് പറയേണ്ടി വരും. നിലപാടുകളെ ഇഷ്ടപ്പെടുന്ന, നിലപാടുകളെ അംഗീകരിക്കുന്ന, നിലപാടുകൾക്കൊപ്പം നിൽക്കാൻ ആഗ്രഹിക്കുന്ന ഒരു തലമുറയാണ് പുതിയ തലമുറ എന്ന് മനസ്സിലാക്കേണ്ടിയിരിക്കുന്നു. അതുകൊണ്ട് തന്നെ രാഷ്ട്രീയത്തിലേക്ക് കടന്നു വരാൻ ആഗ്രഹിക്കുന്ന ആരും മനസ്സിലാക്കേണ്ടത് കൃത്യമായ നിലപാടുകളും കൃത്യമായിട്ടുള്ള കാഴ്ചപ്പാടുകളുമുള്ള ആളുകളെയാണ് പുതിയ തലമുറ സ്വീകരിക്കുന്നത് എന്നു തന്നെയാണ്. രണ്ടാമത്തെ കാര്യം ഇന്റഗ്രിറ്റി ആൻഡ് ട്രാൻസ്പെറൻസിയാണ്. പണ്ടുള്ളതിനേക്കാളൊക്കെ വലിയ സാധ്യതകളാണ് ഇന്ന് ഒരാളുടെ ജീവിതത്തിലേക്ക് ഒളിഞ്ഞു നോക്കാൻ ഉള്ളത് എന്നുള്ളതാണ് സത്യം. കാരണം ഇന്ന് ടെക്നോളജി ആളുകളെ ട്രാൻസ്പെറൻ്റ് ആക്കിയിരിക്കുന്നു. ആളുകളുടെ ജീവിതത്തിലേക്കും അവരുടെ പ്രൊഫഷണലായിട്ടുള്ള, പേഴ്സണലായിട്ടുള്ള എല്ലാ രീതികളിലേക്കും ഇന്ന് കണ്ണുകൾ എത്തിക്കാനുള്ള സാധ്യതകളുണ്ട്. അവരുടെ ഓരോ നീക്കങ്ങളും കൃത്യമായി പഠിക്കാനും മനസ്സിലാക്കാനുമുള്ള സാധ്യതകളുണ്ട്. ഞാനത് അന്ന് പറഞ്ഞിട്ടില്ലല്ലോ, ഇങ്ങനെയാണല്ലോ ഉദ്ദേശിച്ചത് എന്ന് വളച്ചൊടിക്കാനുള്ള സാധ്യതകൾ വളരെ കുറവാണ്. കാരണം ടെക്നോളജി ഒരുപക്ഷെ സത്യം നിങ്ങളുടെ മുന്നിൽ നിവർത്തി വെച്ച് തരും. അതുകൊണ്ട് തന്നെ ഇന്റഗ്രിറ്റി, ട്രാൻസ്പെറൻസി, സിൻസിയറിറ്റി എന്നീ കാര്യങ്ങൾ വളരെ പ്രധാനം തന്നെയാണ്. കാരണം ഇതില്ലാതെ ഒരുപാട് കാലമൊന്നും ഇനി ജനങ്ങളെ പറ്റിക്കാൻ സാധിക്കില്ല എന്നുള്ളതാണ് സത്യം. അതുകൊണ്ട് പുതിയ തലമുറ ഇന്റഗ്രിറ്റി ഉള്ള, സിൻസിയറിറ്റി ഉള്ള, ട്രാൻസ്പെറൻസി ഉള്ള ആളുകളെയാണ് അവരെ റെപ്രസെന്റ് ചെയ്യാൻ വേണ്ടി അന്വേഷിച്ചുകൊണ്ടിരിക്കുന്നത്. മൂന്നാമത്തെ കാര്യം ഡൈവേഴ്സിറ്റി ആൻഡ് ഇൻക്ലൂസിവിറ്റിയാണ്. പലപ്പോഴും പണ്ട് കാലങ്ങളിലൊക്കെ വളരെ ചെറിയത് അല്ലെങ്കിൽ ലഘുവായത് എന്ന് വിശേഷിക്കപ്പെട്ടിരുന്ന പല കാര്യങ്ങളും ഇന്ന് വളരെ സീരിയസ് ആയ കാര്യങ്ങൾ തന്നെയാണ്. ഇന്ന് ജെൻഡർ ബയസ് സാധ്യമല്ല. പൊളിറ്റിക്കലി ഇൻകറക്റ്റ് ആയിട്ടുള്ള സ്റ്റേറ്റ്മെൻറ്റുകൾക്ക് കൃത്യമായിട്ടുള്ള മറുപടികൾ നിങ്ങൾക്ക് ലഭിച്ചേക്കാം. അതുകൊണ്ട് തന്നെ പണ്ടത്തെ ആൺമേൽക്കോയ്മയും ജന്മിത്ത സംസ്കാരവുമായി ഇന്ന് ഒരാൾക്കും മുന്നോട്ട് പോകാൻ സാധ്യമല്ല എന്നുള്ള ശക്തമായ തിരിച്ചറിവ് ഉണ്ടാകേണ്ടിയിരിക്കുന്നു. പ്രത്യേകിച്ചും പുതിയ തലമുറയിലേക്ക് വരുമ്പോൾ, എഡ്യൂക്കേറ്റഡ് ആയിട്ടുള്ള യൂത്തിനെ അഡ്രസ്സ് ചെയ്യുമ്പോൾ, എഡ്യൂക്കേറ്റഡ് ആയിട്ടുള്ള ഒരു സൊസൈറ്റിയെ റെപ്രസെന്റ് ചെയ്യുമ്പോൾ അതിന് തക്ക എഡ്യൂക്കേഷനും അതിനു തക്ക പൊളിറ്റിക്കലായിട്ടുള്ള കറക്റ്റഡ് ആയിട്ടുള്ള മെഷേഴ്സും ഉണ്ടെങ്കിൽ മാത്രമേ ഒരാൾക്ക് ശക്തമായി മുന്നോട്ട് പോകാൻ സാധിക്കൂ. അതുകൊണ്ട് തന്നെ യാതൊരു ബയസുമില്ലാതെ കൃത്യമായി ആളുകളെ, ഡൈവേഴ്സ് ആയിട്ടുള്ള ആളുകളെ ഒരുമിച്ച് കൊണ്ടുപോകാൻ സാധിക്കുന്ന ഒരു വിഷണറി ലീഡർക്ക് മാത്രമേ പുതിയ തലമുറ വോട്ട് കുത്തൂ എന്നുള്ളത് ഉറപ്പാണ്. മറ്റൊന്ന് ടെക്നോളജിയും ഇന്നവേഷനുമാണ്. ടെക്നോളജിയും ഇന്നവേഷനും ഒരാളുടെ ജീവിതത്തിലേക്ക് ഇന്ന് മുമ്പെങ്ങുമില്ലാത്ത വിധം അലിഞ്ഞു ചേർന്നിരിക്കുന്നു. പുതിയ തലമുറയെ സംബന്ധിച്ചിടത്തോളം അവരുടെ ജീവിതം തന്നെ ടെക്നോളജിയുമായി ഇഴുകിച്ചേർന്നതാണ്. ടെക്നോളജി മനസ്സിലാക്കാനാകാത്ത, ടെക്നോളജിയിൽ ഇൻവോൾവ്മെന്റ് ഇല്ലാത്ത, അതിനെക്കുറിച്ച് യാതൊരു ധാരണയും ഇല്ലാത്ത, ഇന്നവേഷനോ റിസർച്ചിനോ യാതൊരു താല്പര്യവും കാണിക്കാത്ത ആളുകളെ അവർക്ക് പുച്ഛമാണ്. ഒന്നുറപ്പിച്ചോളൂ, പുതിയ തലമുറയുടെ കൂടെ സഞ്ചരിക്കണമെങ്കിൽ ടെക്നോളജിക്കൊപ്പം തന്നെ സഞ്ചരിക്കേണ്ടതുണ്ട്. പഠനങ്ങൾ ആവശ്യമാണ്, പുതിയ കാര്യങ്ങളിൽ റിസർച്ചുകൾ ആവശ്യമാണ്. എപ്പോഴാണോ പഠിക്കാൻ തയ്യാറാകുന്നത് അപ്പോൾ മാത്രമേ പുതിയ തലമുറയെ നിങ്ങൾക്ക് ഇംപ്രസ് ചെയ്യാൻ കഴിയൂ. അതുകൊണ്ട് തന്നെ ഒന്നുറപ്പിച്ചോളൂ, ഇനി രാഷ്ട്രീയ രംഗത്ത് നിലയുറപ്പിക്കണമെങ്കിൽ പഠനം അനിവാര്യമാണ്. അടുത്ത പോയിന്റ് ക്ലൈമറ്റും സസ്റ്റൈനബിലിറ്റിയും എൻവയോൺമെന്റുമാണ്. വേസ്റ്റ് മാനേജ്മെൻറ്റും എൻവയോൺമെൻറ്റ് പ്രൊട്ടക്ഷനും ഒക്കെ വളരെ വലിയ പ്രശ്നങ്ങളായി നമ്മളുടെ ഓരോരുത്തരുടെയും സ്കിന്നിനെ ടച്ച് ചെയ്യുന്ന തരത്തിലേക്ക് അത്രയും അടുത്തു വന്നിരിക്കുന്നു എന്നുള്ളതാണ് സത്യം. അടുത്ത ലോകം എങ്ങനെയായിരിക്കും, ഇനിയുള്ള അടുത്ത 10 വർഷത്തിൽ ലോകത്തിൽ സംഭവിക്കാൻ പോകുന്ന മാറ്റങ്ങൾ എങ്ങനെയായിരിക്കും എൻവയോൺമെൻറ്റ് നമ്മളുടെ ജീവിതത്തേക്ക് സ്വാധീനിക്കുന്നത്? വലിയ പ്രശ്നം നമ്മളെ അലട്ടിക്കൊണ്ടിരിക്കുന്നുണ്ട്. നമ്മളുടെ ചുറ്റുമുണ്ടാകുന്ന പൊല്യൂഷൻ നമ്മുടെ അടുത്ത തലമുറയെ എങ്ങനെ ബാധിക്കുമെന്നുള്ള വലിയ ചോദ്യം
നമ്മളുടെ തലയ്ക്ക് മുകളിൽ ഒരു ഡെമോക്ലസിന്റെ വാൾ പോലെ തൂങ്ങി നിൽക്കുന്നുണ്ട്. ഇതിനെല്ലാം കൃത്യമായി ഉത്തരം പറയാൻ കഴിയുന്ന 10 അല്ല 20 അല്ല 30-നപ്പുറം വർഷങ്ങളിലേക്ക് നമ്മളുടെ ഭൂമിയെ തന്നെ, നമ്മളുടെ ഇന്ത്യയെ തന്നെ, നമ്മളുടെ കേരളത്തെ തന്നെ പ്ലാൻ ചെയ്യാൻ കഴിയുന്ന രാഷ്ട്രീയ നേതാക്കൾക്കാണ് ഇനി പുതിയ തലമുറ മുൻഗണന തരിക. ഒന്നുറപ്പിച്ചോളൂ, എൻവയോൺമെന്റിനും ക്ലൈമറ്റിനും ഒക്കെ ഒരുപോലെ പ്രാധാന്യം കൊടുക്കുന്ന നമ്മളുടെ പുതിയ തലമുറയ്ക്ക് ജീവിക്കാനുള്ള നല്ല അവസരങ്ങൾ ഒരുക്കി കൊടുക്കാൻ താല്പര്യം കാണിക്കുന്ന ഒരു പുതിയ തലമുറ പൊളിറ്റീഷ്യൻസിനെയാണ് ഇനി ന്യൂ ജനറേഷൻ എക്സ്പെക്ട് ചെയ്യുന്നത്. അവസാനമായി യൂത്തിന്റെ ശക്തമായ റെപ്രസെന്റേഷൻ, യുവാക്കളുടെ ശക്തമായ സാന്നിധ്യവും അവരുടെ ചിന്തകളും ഗവൺമെന്റിന്റെ പോളിസീസിലും പ്രൊസീജിയേഴ്സിലും പ്രൊജക്റ്റുകളിലും ഉണ്ടാകേണ്ടത് വലിയ ആവശ്യമാണ്. പലപ്പോഴും നമ്മളുടെ പ്രസിഡന്റോ പ്രധാനമന്ത്രിയോ മന്ത്രിമാരോ എന്തിന് MLA-മാരും MP-മാരും അടക്കം പടുവൃദ്ധന്മാരായിട്ടുള്ള ഒരു വലിയ സമൂഹമായി മാറുകയാണ് എന്നുള്ളതാണ് സത്യം. അത്തരത്തിലുള്ള ഒരു വലിയ വൃദ്ധ സമൂഹത്തിനിടയിൽ ശക്തമായ ഒരു യുവത്വത്തിന്റെ പ്രാതിനിധ്യം കൂടി ആവശ്യമാണെന്ന് യുവതലമുറ വിളിച്ചു പറയുന്നുണ്ട്. കാരണം പലപ്പോഴും ടെക്നോളജി അടക്കമുള്ള പുതിയ തലമുറയുടെ മാറ്റങ്ങൾ കൃത്യമായി ഗണിക്കണമെങ്കിൽ, അവരെങ്ങനെയാണ് ചിന്തിക്കുന്നത് എന്ന് മനസ്സിലാക്കണമെങ്കിൽ ഗവൺമെന്റിന്റെ പല മേഖലകളിലും പല ഇനീഷ്യേറ്റീവ്സിലും ഇവരുടെ കൃത്യമായ പ്രാതിനിധ്യം ഉണ്ടാകേണ്ടത് വളരെ ആവശ്യമാണ്. എപ്പോഴാണോ കൃത്യമായ പ്രാതിനിധ്യം കൊടുക്കാൻ ഓരോ ഗവൺമെന്റും ഓരോ രാഷ്ട്രീയ പാർട്ടിയും തയ്യാറാവുന്നത്, ആ രാഷ്ട്രീയ പാർട്ടിയോടൊപ്പം ആ രാഷ്ട്രീയ പാർട്ടിയെ നെഞ്ചോട് ചേർത്ത് പിടിച്ചുകൊണ്ട് യുവാക്കൾ മുന്നോട്ട് വരുമെന്നുള്ളത് ഉറപ്പാണ്. ഒന്നുറപ്പിച്ചോളൂ, രാഷ്ട്രീയ പാർട്ടികൾ അവരുടെ കെട്ടും മട്ടും രീതികളും മാറ്റേണ്ട സമയം ആഗതമായിരിക്കുന്നു. അല്ലെങ്കിൽ ഇന്ത്യയിലെ ഒരു വലിയ യുവജനത ഈ രാഷ്ട്രീയ പാർട്ടികളോട് സലാം പറഞ്ഞ് മറ്റേതെങ്കിലും രാജ്യങ്ങളിൽ പോയേക്കാം. അതുകൊണ്ട് തന്നെ നമ്മുടെ യുവതയെ നമ്മളിലേക്ക് പിടിച്ചു നിർത്തണമെങ്കിൽ, നമ്മളുടെ യുവതയെ നമ്മളുടെ ഒപ്പം ചേർത്ത് നിർത്തണമെങ്കിൽ നമ്മുടെ രാഷ്ട്രീയ പാർട്ടികൾ കൂടി വിചാരിക്കേണ്ടതുണ്ട്. അവർക്ക് കൂടി വലിയ അവസരങ്ങൾ നൽകേണ്ടതുണ്ട്. അടുത്ത ലെവലിലേക്ക് അവരെ ചേർത്ത് പിടിക്കേണ്ടതുണ്ട്.